നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ പെരുവഴി അമ്പലത്തിലൂടെ പ്രവേശിച്ച ഗായകനായ അഭിനേതാവ് അശോകനാണ് നമ്മുടെ അതിഥി. അശോകനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അശോകൻ, JB ജംഗ്ഷനിൽ സ്വാഗതം. ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വന്ന ആൾക്കാർ മനസ്സിലുള്ളത് സത്യസന്ധമായിട്ട് പറയുന്നൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ എന്തെങ്കിലും കള്ളത്തരം പറയണമെന്ന് ആലോചന ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേർക്ക്. കാരണം നമ്മൾ എറണാകുളം ജംഗ്ഷനിലൊക്കെ വന്ന് വിടുന്നതല്ലേ. അതെ അതെ. അശോകനെ നോക്കുമ്പോൾ അശോകൻ്റെ കണ്ണുകളിലാണ് എനിക്ക് കൂടുതൽ. ഈ കണ്ണാണ് അശോകന് ലോട്ടറി അശോകനാക്കിയത്. കണ്ണൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിരുന്നെങ്കിൽ അശോകൻ എവിടെയാ വരുന്നത്? വേറെ ഡയറക്ഷനിൽ പോയത്. ചില സിനിമയിൽ തന്നെ വേറെ ഡയറക്ഷൻ വന്നേനെ വരാമായിരുന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ പോയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിയാലും. പക്ഷേ കണ്ണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആൾക്കാർ ഒന്നോടെ ഒരു ഉണ്ടക്കണ്ണം വെച്ച് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ചില ആൾക്കാരെ ചോദിക്കാറുണ്ട് അങ്ങനെ. അത് ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ. പിന്നെ ചിലർക്ക് ഈ ഇഷ്ടപ്പെട്ടവർ ചോദിക്കുന്നവരുണ്ട്, അത് ഇഷ്ടപ്പെടാതെ ചോദിക്കുന്നവരുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ. കാരണം ഈ പറഞ്ഞ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. പത്മനാഭൻ പരസ്പരത്തും പറഞ്ഞിട്ടുണ്ട്, ഈ മെലിഞ്ഞുണങ്ങിയ രൂപത്തിൻ്റെ ഈ രണ്ട് കണ്ണാണ് എൻ്റെ മൂന്നാം കണ്ണിനെ തുറന്നത്. അല്ലാതെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നത് ഇൻ്റർവ്യൂകളിലും. എന്നെ അതിനകത്ത് പടത്തിൽ സെലക്ട് ചെയ്തപ്പോഴും അത് ബലാജൻ ചേട്ടനും വൈഫ് രാധ ചേച്ചിയും നിർമ്മാതാവ് പ്രേംപ്രകാശും ഇവരൊക്കെ ഈ കണ്ണിൻ്റെ അന്നത്തെ അവർക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ആ സിനിമയിലെ ആ കഥാപാത്രത്തിന് ആപ്റ്റായത്. എന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം പ്രധാനമായൊരു സിനിമ പെരുവഴിയമ്പലം 33 വർഷമല്ലേ? 35-35ാമത്തെ വർഷമായി. 35ാമത്തെ വർഷം. ആ വർഷമൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ അശോകൻ്റെ പ്രായം വേണം ഇപ്പം ഈ പിള്ളേർ വേണമെങ്കിൽ കണക്കൂട്ടിയെടുക്കും. അതാണ് പ്രശ്നം. അവർക്കറിയാം 10-30 വയസ്സുകളെന്നുള്ളത് അവർക്കറിയാം. അതെ, നമ്മൾ ബാലനാടനായിട്ടാണ് വന്നത്. അല്ലേ, ഇവരൊരു പക്ഷേ സിനിമ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഈ സിനിമ ഈ ടെലിവിഷനിലുള്ളതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാകാം. കുറേയെങ്കിലും ഇതിനകത്ത് കണ്ടിട്ടുണ്ടാകും അല്ലേ? പലരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വിഷ്വൽസ് മോശമാണ്, പക്ഷേ അതിലും ഇതാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ടാവും ക്യാമറമാനോട്, അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഉണ്ടാവും. അല്ല, അന്നത്തെ ആ രൂപവും ഒക്കെ ശരീരത്തിൻ്റെ ഘടനയൊക്കെ വേറെ പലരും പറഞ്ഞു. നോവൽ വായിച്ചപ്പോൾ തോന്നിയ, അവർ ഈ നോവൽ പലരും വായിച്ചിട്ട് ചിലർ തോന്നി ആ നോവലിനകത്ത് പറഞ്ഞിരിക്കുന്ന അന്നൊരു അതിനകത്ത് സ്കെച്ച് ഉണ്ടായിരുന്നു. രാമൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും, പ്രത്യേകിച്ച് രാമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സ്കെച്ച് സിനിമ കണ്ടപ്പോൾ ഉദാഹരണത്തിന് ഡയറക്ടർ സിദ്ദിഖ് തന്നെ പറഞ്ഞു, ഇത് അവരുടെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ ആ നോവലിൽ കണ്ട അതേ രൂപം തന്നെ അഭിനയിച്ച പാളിനെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയെന്ന്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഭാഗ്യമാണ്. സാധാരണഗതിയിൽ ഒരു സിനിമയിലേക്ക് വരേണ്ട രൂപമായിരുന്നില്ല അശോകൻ്റെ ആൾക്കാർ. ഒരിക്കലുമല്ല, അല്ലായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായി. അശോകൻ്റെ ചേട്ടൻ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് ആ ഫോട്ടോഗ്രാഫ് എടുത്ത് അയക്കുന്നു. തീർച്ചയായും. അതെന്താണെന്നറിയോ, ഈ സിനിമ എന്ന് പറയുമ്പോൾ വളരെ ഒരു 3, 4, 5 നമുക്ക് ഓർമ്മയുള്ള ഒരു പീരീഡ് വരുന്ന സമയം സിനിമ എനിക്ക് ഭയങ്കര ക്രേസാണ്. ആ ക്രേസ് സിനിമ എന്ന് പറഞ്ഞാൽ പാട്ട് ഭയങ്കര ഇഷ്ടവും. അപ്പോൾ അങ്ങനെ ബേസിക്കലി ഒരു അടിസ്ഥാനമായിട്ടൊരു ഗായകനാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അന്ന് സംഗീതത്തോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും, അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പല ഇരുന്ന് പാട്ടൊക്കെ പാടിപ്പിക്കുകയും പാട്ടിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൂടി. ഇതാണ് സിനിമയിലേക്ക് വരാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും ദൈവം തീരുമാനിക്കുന്ന ഒന്നാണ്, രണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ സിനിമയിൽ പാടിയില്ലെങ്കിൽ അഭിനയിക്കാനുള്ളൊരവസരം അല്ലെങ്കിൽ അതായിരിക്കും എൻ്റെ നിയോഗം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ചുമ്മാ വന്നൊരു കത്ത് അയക്കാം, നീ ചുമ്മാ അത് അവരെ. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഈ രൂപം വെച്ച് എങ്ങനെ സിനിമ എടുക്കാൻ ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ചുമ്മാ രസം, നമുക്ക് അവരെ ഒന്ന് കളിയാക്കാം. പുള്ളി തമാശ പറഞ്ഞാണ്. അങ്ങനെ അതിൻ്റെ പരസ്യം കണ്ടിട്ട് പുള്ളി എന്നെ കത്തൊക്കെ എഴുതി പ്രൊഡ്യൂസർക്ക് അയച്ചു. പ്രൊഡ്യൂസർ പ്രേംപ്രകാശ് ചേട്ടനാണ്, അദ്ദേഹത്തിന് അയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ മറുപടി വന്നു, നിങ്ങളുടെ കത്തും ഫോട്ടോയും കിട്ടി, തിരുവനന്തപുരം ഹോട്ടൽ നെവുഞ്ചത്തിൽ ഇത്രാം തീയതി, ഒരു ജൂണിലായിരുന്നു ഡേറ്റ്, 6 or 7 അങ്ങോട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നു പുറകത്ത്.
അപ്പോൾ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമാ നിർമ്മാതാവിൻ്റെ കത്ത് വരിക. നമ്മളപ്പോഴും ഞാനെപ്പോഴും ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ അന്ന് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, ഫസ്റ്റ് ഇയർ അന്ന് പ്രീ ഡിഗ്രിയാണ്, ഫസ്റ്റ് ഇയറാണ്. സിനിമകളിൽ കൂടി നമ്മൾ ഈ സിനിമയെല്ലാം നമ്മൾ സിനിമാ മാസിക പോലുള്ള അന്നത്തെ സിനിമാ മാസികയിൽ കൂടി മദ്രാസിലെ സിനിമാ ചിത്രീകരണ വേളയിലെ കാര്യങ്ങളും സ്റ്റുഡിയോയിലൂടെ ഇന്ന സിനിമകളൊക്കെ പറഞ്ഞ് ഞാൻ കാണാതെ പരീക്ഷയ്ക്ക് പോലും അങ്ങനെ പഠിക്കാറില്ലായിരുന്നു. ഇതുള്ളായിരുന്നു ജോലി മുഴുവൻ. ഈ ഒരു മനസ്സിങ്ങനെ ആരാധന ഭ്രമം വെച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളന്ന് കണ്ടിരിക്കുന്ന സത്യൻ, പ്രേം നസീർ, മധു ഇവരൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സൗന്ദര്യമുള്ള ഒരു ലോകം, സിനിമ എന്ന് പറയുന്ന സൗന്ദര്യമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ അന്ന് ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു രൂപം ഇപ്പോഴും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമുള്ള ഒരു ഗ്ലാമറായിട്ടുള്ള രോഗമാണ് എനിക്ക് തോന്നിയിരുന്നത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തിന് ഞാൻ എൻ്റെ ഫോട്ടോ എന്തിനാണ് അയക്കുന്നത് ചേട്ടനോട് ചോദിച്ചു. ഇത് വളരെ മോശം, എനിക്കൊന്നത് അഭിനയമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഒന്നും ഒരു പാട്ടൊക്കെ അത്യാവശ്യം പാടും എന്നുള്ള ഒരു ഇതുമില്ല. സാരമില്ല, നീ ചുമ്മാ അവിടെ എന്താ നമുക്ക് അയക്കാം. അപ്പോൾ അങ്ങനെ ഈ കത്ത് വന്നു. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ഒരു നിർമ്മാതാവിൻ്റെ അതും ജോസ് പ്രകാശ് സാറിൻ്റെ അനിയനാണ് പ്രൊഡ്യൂസർ, അതൊക്കെ അറിയാം. അതും നമുക്കൊരു ക്രൈസായി. ഡയറക്ടർ പത്മരാജൻ, അദ്ദേഹം വളരെ മികച്ച സാഹിത്യകാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി എന്നെ ഭാഗ്യവശാലിൽ സെലക്ട് ചെയ്തു. അതാണ് ഒരു സത്യം. കാരണം ആ രൂപം ആവശ്യമായിരുന്നു. അശോകൻ്റെ കണ്ണ് തള്ളിപ്പോയി, എൻ്റെ കണ്ണേ ഉള്ളിപ്പോയി. കണ്ണ് തള്ളിപ്പോയി എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി താഴെ വീണമെന്നൊരു സംശയമാണ്. ഒന്ന് നോക്കാൻ വേണം. അശോക സുഖമാണല്ലോ അല്ലേ? പഴയ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ഇതിപ്പോൾ പെയ്യുന്ന മഴ പോലെ ഒരുപാട് മഴ പെയ്യുന്ന ഒരു കാലത്ത് 1978 അന്നല്ലേ നമ്മുടെ ആദ്യത്തെ പടം തുടങ്ങുന്നേ, പെരുവഴിയമ്പലം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 35 കൊല്ലമായില്ലേ? എത്രയോ ഡയറക്ടർമാരുടെ കീഴിൽ വർക്ക് ചെയ്തു അല്ലേ? പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസും ഇപ്പോൾ അതിനുശേഷം വന്ന 1 2 തലമുറയ്ക്ക് ഇപ്പുറമുള്ള സംവിധായകരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് കൂടി നോക്കുമ്പോൾ അശോകൻ എന്താണ് പറയാനുള്ളത്? അശോകൻ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഇത്. എന്താ കാരണം വെച്ചാൽ അത് ഭയങ്കര നമ്മളെ എന്താ പറയുന്നത് കുഴപ്പിക്കുന്ന ഭൂതകാലത്തോടൊരു നീതി പുലർത്തണം, വർത്തമാനകാലത്തിലെ ജീവിതം നിലനിർത്തുകയും ചെയ്യണം. അതെ, ഒന്നാമത്തെ ചോദ്യമാണ്. അതൊരു സ്മരണകളാണ്. സാധാരണഗതിയിൽ അശോകൻ ഒരു കുഴപ്പത്തിലും ചാടുന്ന ആളല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അത്യാവശ്യമൊക്കെ. അതെ. പക്ഷെ എന്നെ ഒരു കുഴപ്പക്കാരനായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ. ഉണ്ടോ? കുറച്ച് പേരൊക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ. അത് നമ്മൾ മനസ്സിലറിയാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്നാലും ശരി, പൊതുവേ ഞാനൊരു കുഴപ്പക്കാരനല്ല. ഇപ്പം ഇത്രയും വർഷത്തിന് മുമ്പുള്ള അതെ ഞാൻ പെരുവഴിയമ്പലം 3.5 പതിറ്റാണ്ട്. അതെ 78 സെപ്റ്റംബർ ഒക്ടോബർ ഇതേ സമയത്താണ് ഷൂട്ടിങ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. നെയ്യാർ ഡാമിലായിരുന്നു ആദ്യം. അപ്പം അന്ന് ഷൂട്ട് ചെയ്യുമ്പം ഈ സിനിമയുടെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ മാസികത്ത് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഒരു ക്യാമറയുടെ പടം കൊടുക്കും, ക്യാമറമാൻ തൊപ്പിയൊക്കെ ഇട്ട് പടം, ഡയറക്ടർ സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നമ്മൾ കണ്ടിരിക്കും. അഭിനയിക്കുന്നവരുടെ സ്റ്റുഡിയോയിലെ ലൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് നമ്മുടെ ഭരത് ഗോപിച്ചേട്ടനുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എന്നെ ഒളിച്ച് കൊണ്ട് താമസിപ്പിക്കാൻ ആയിട്ട് കടയിലേക്ക് കൊണ്ട് കൊണ്ടുപോകുന്നതാണ്. ഞാൻ പുറകെ കിടക്കുന്നു, അദ്ദേഹം മുന്നേ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അന്ന് അങ്ങോട്ട് ഇരിയടാ എന്ന് പറയുന്ന സംഭവം. ഇത് ഇരിയടാന്ന് പറഞ്ഞൊരു ഷോട്ടാണ്. അപ്പോൾ ഒരു സന്ധ്യ കഴിഞ്ഞ് ആ ഷോട്ട് എടുക്കുമ്പോൾ കട്ട് പെട്ടെന്ന് പത്മരാജേട്ടൻ പറഞ്ഞു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് പുറകോട്ട് നോക്കി, ക്യാമറ ബാക്കിലാണ് ഷോട്ട്. കാരണം ഈ കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കട്ടെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളില്ല, ഇത് കുഴപ്പമായി ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു പേടി എനിക്കായി. അപ്പം പിന്നെ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ കട്ട് പറയുന്ന കഴിഞ്ഞിട്ട് കട്ടെന്ന് പറഞ്ഞാൽ ആ ഷോട്ട് അവസാനിക്കുമ്പോൾ പറയുകയാണ്, തിരിഞ്ഞു നോക്കണ്ട, ഇനി അങ്ങനെ പറയും, ഇനി അത് പരിഭ്രമിക്കൊന്നും ചെയ്യണ്ട, അതൊക്കെ അതുപോലെ അത് നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ അത് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറേ പേടികളൊക്കെ പിന്നെ കുറേശ്ശെ അങ്ങനെ മാറി. അപ്പോഴേക്കും അശോകൻ കോളേജിൽ ഒരു ഹീറോ ആയിട്ടുണ്ടാവുമല്ലോ. കോളേജ് ഹീറോ. അപ്പോൾ ഈ കോളേജ് ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എന്നെ അവിടെ നിന്ന് എന്താ നമ്മുടെ അന്നത്തെ രൂപമുണ്ടല്ലോ, രണ്ടാമത്തേക്ക് ഇതിനകത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ അതൊക്കെ ട്രാക്ടറിട്ട് മുടി വഴിച്ചങ്ങ് ഇറക്കി. പിന്നെ എന്ത് കോളേജ് ഷൈൻ ചെയ്യാനാണ് പിന്നെ ഇവിടെ സിനിമയുടെ എൻ്റെ ഒരു സങ്കല്പമൊക്കെ ഉണ്ടല്ലോ. ഞാൻ സിനിമയിലൊക്കെ അവരൊക്കെ ചിലപ്പോൾ ഭയങ്കര ഗ്ലാമറുള്ള വേഷങ്ങളൊക്കെ ആയിരിക്കും ആടി പൊളിച്ച്. അന്ന് ഈ സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത സംഭവമാണ്, ബെല്ലോട്ടം പാൻറ്റൊക്കെ ഇട്ട് കോളേജൊക്കെ അങ്ങനെ നടന്നു. ഇതുപോലൊക്കെ ആയിരിക്കും സിനിമ. അവിടെ ചെല്ലുമ്പോൾ വടിച്ച് നമ്മൾ തൂത്ത് കുറയ്ക്കാൻ കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ ഷൈൻ ചെയ്യാനൊരു മാർഗമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ശരി ഇതൊരുമാതിരി വൃത്തികളായി പോയി എന്നൊക്കെ എൻ്റെ മനസ്സിലൊക്കെ എങ്ങനെ ആ പ്രായത്തിൻ്റെ സംഭവങ്ങൾ. പക്ഷേ പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ പലരും കണ്ടിട്ടും
ഒക്കെ പടം ഇറങ്ങിയപ്പോഴും ഒക്കെയുള്ള ഒരുപക്ഷെ അശോകന് കുറച്ചും കൂടി പ്രായമായപ്പോഴായിരിക്കും ആ സിനിമയുടെ ഒരു ഇൻറ്റൻസിറ്റി, തീവ്രത. തീർച്ചയായും എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ പടം പനോരമയിലൊക്കെ സെലക്ട് ചെയ്തിട്ട് അന്ന് ഇരിക്കുന്ന അദ്ദേഹം ഒരു കത്ത് എഴുതി രാജേട്ടൻ. ഈ പടം കണ്ടിട്ട് അവിടുത്തെ 1-2 ജൂറീസൊക്കെ ചോദിച്ചു, ഇത് ശരിക്കുള്ള ഇങ്ങനെ ഒരു സമുദായത്തിലുള്ള ഈ വാണിജ്യ സമുദായം എന്ന് പറയുന്നത് ഈ ചക്കൊക്കെ ആട്ടുന്ന അവരിലുള്ള ഒരാളാണെന്നൊക്കെ അവർ ചോദിച്ചു. റിയലായിട്ട് നാട്ടിൽ നിന്ന് ഒരാളെ പിടിച്ച് അഭിനയിപ്പിച്ചതാണെന്നോ അവർ ചോദിച്ചത്. അത് അദ്ദേഹം കത്ത് എന്നെ എഴുതിച്ചു. അത് ഏറ്റവും വലിയ ഒരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കരുതുക. അപ്പം അങ്ങനെ പിന്നെ നിന്നെ അതിനൊക്കെ ഭയങ്കര സ്കോപ്പാണ് ഈ പടത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് എഴുതി. പിന്നെ അവാർഡിനൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവാർഡിനൊന്ന് ഈ പറഞ്ഞ പ്രായത്തിൻ്റെ പ്രശ്നം, ബാലനടനാണോ യുവനടനാണോ എന്നുള്ള ആ ഒരു കാറ്റഗറി എന്താണെന്ന് അവർക്ക് കൺഫ്യൂഷൻ വന്നോടി അതങ്ങ് മാറി, കിട്ടിയില്ല. അതല്ല എന്നോട് രാജേട്ടൻ പറഞ്ഞാണ് ഞാനിതൊക്കെ അറിയുന്നത്. പിന്നെ തിയേറ്ററിലൊക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണത് തിരുവഴിയമ്പലം. ഈ കളർ പടങ്ങൾ അതോടുകൂടി ഈ പടം റിലീസായതിനു ശേഷം തുടങ്ങുകയാണ്. അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അല്ല, അത് വലിയ കാര്യമാണ്. എന്താ കാരണം ഈ പ്രായത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമാണ്. വലിയ കാര്യമാണത്. പല ആൾക്കാർക്കും ഇന്ന് തിളങ്ങിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, ശരിയാണത്. പലർക്കും അശോകൻ്റെ രൂപമൊക്കെ മാറി, കണ്ണ് മാറിയിട്ടില്ല. അശോകൻ ഗ്ലാമറായി. എനിക്ക് ഒരു പക്ഷേ സിനിമ തന്നെ അശോകൻ ഗ്ലാമറൊക്കെ നൽകി, ഇല്ലേ? എനിക്കറിയാം. അത് ഇതുപോലൊക്കെയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷം തോന്നാറ്. ഗ്ലാമർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആരാധികമാരില്ലേ? ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് 10-30 വയസ്സിലൊക്കെ എന്തിനാ ആരാധികമാരൊക്കെ? അശോക അതേ ഒരു ആരാധിക കാണിച്ചു തരട്ടെ. എഴുന്നേറ്റ് പോരുത്. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ആരാധികയായിരിക്കണം. അതൊന്നും ആഗ്രഹത്തോട്ടോന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞേക്കണം. അശോകൻ എന്ന സിനിമാ നടനെ പറ്റി ആലോചിക്കുമ്പോൾ ഒപ്പം അശോകനിലെ ഗായകനെ നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ യൂണിയൻ അസംഷൻ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യൂണിയൻ്റെ ഇനാഗുറേഷന് വേണ്ടിയാണ് അശോകനെ ക്ഷണിക്കുന്നത്. ആ സമയത്ത് അശോകനോട് ഞങ്ങൾ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ വെക്കുന്ന ഒരു പ്രധാന ഡിമാൻഡ് അശോകൻ ഒരു പാട്ട് പാടണം കോളേജിൽ വന്നാൽ. അപ്പോൾ അശോകൻ പറഞ്ഞു, ഈ യൂണിയൻ ഇനാഗുറേഷന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാരിച്ച ജോലിയാണ്. എങ്കിലും ഒരു വിമൻസ് കോളേജ് എന്നുള്ള നിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു ധൈര്യത്തിലാണ് അശോകന് ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് സംബന്ധിക്കുന്നതിന് വേണ്ടി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് അശോകൻ തന്നെ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. ഈ സംഭവം അസംഷൻ കോളേജ് വന്ന എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. വിമൻസ് കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് അശോകൻ പോയത്. അതിനകത്ത് എങ്ങനെ വേണേൽ ഊഹിക്കാം, എങ്കിലും ഞാൻ സത്യം പറഞ്ഞുതരാം. വിമൻസ് കോളേജ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. അതേപോലെ ഒരു മിക്സഡ് കോളേജിലോ അല്ല ആൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജ് ചെന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ബാക്കി നമ്മൾ എല്ല് മാത്രമായിട്ട് അതിന് തിരിച്ചു വരും. ഇവിടെ എന്തോ സംഭവിച്ചെന്നല്ലേ ബിജു? സംഭവിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കര ഈ ഒരു ആരാധന കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഒരു ക്രേസും കാര്യങ്ങളൊക്കെ നാച്ചുറലി ഉണ്ടാകും. വിമൻസ് കോളേജൊക്കെ ആയത് കാരണം അത് കഴിഞ്ഞ് പിന്നെ ഈ ബിജുമോൾ MLA പിന്നെ പറഞ്ഞത് എന്നെ പിന്നീടൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവരെ കുറച്ച് ദിവസത്തേക്ക് 2 സ്റ്റുഡൻസിനെ സസ്പെൻഡ് ചെയ്തു. കാരണം ഞാൻ ഒന്നും പിന്നെ അവിടെ ഈ ഇവരുടെ ഈ ആരാധന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് ദേഹത്ത് പിടിക്കുക, ഷർട്ടെ പിടിക്കുക, പിന്നെ കരിക്ക് കൊണ്ട് തന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ അന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പിന്നെ പ്രിൻസിപ്പൽ മറ്റ് ടീച്ചേഴ്സൊക്കെ കന്യാസ്ത്രീകളാണ്, സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമായി അവർക്ക് തോന്നി. അങ്ങനെ കുറേ ദിവസത്തേക്ക് ക്ലാസ്സിൽ ഇവരെ കയറ്റിയില്ല എന്നാണ് എന്നോട് പിന്നെ പറഞ്ഞത്. അതാണ് ഒരു സംഭവം. ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല, എനിക്കൊന്നും തോന്നിയില്ല. അവരെ സംബന്ധിച്ച് അവരങ്ങനെ കയറി പിള്ളേർ ചെറുപ്പക്കാർ വരുമ്പോൾ അങ്ങനെ കയറി ഇങ്ങനെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് മതിയായ രീതിയിൽ അവർ പിടിച്ചില്ല എന്നൊരു ആക്ഷേപം മാത്രമേ അശോകൻ. എനിക്ക് ആ വിഷമം മാത്രമേ ഉള്ളൂ. ആ വിഷമം അന്നും ഇന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാ കടം തീർക്കും എന്നുള്ള ഞാൻ ആലോചിക്കുക. ബിജിമോള് പിന്നെ മനസ്സിൽ അശോകനെ പ്രണയിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിജിമോള്. അല്ല പറഞ്ഞോ? അതെനിക്കത്ര സത്യമാണെന്ന് തോന്നുന്നില്ല. വലിയ കമ്പമായിരുന്നു എനിക്ക്. അതന്ന് ഇപ്പം പറഞ്ഞതൊക്കെ ഈ മലയാളത്തിൽ വാക്കുണ്ട് കമ്പം എന്നുള്ളത്. കമ്പം അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥം വേറെ ഇതൊന്നുമില്ല, പക്ഷേ ചുമ്മാ ഒരു കമ്പം തോന്നുന്നു. കമ്പം, അതെ അതെ. അശോകന് ഒരുപാട് കമ്പം തോന്നിയിട്ടുണ്ടാവില്ലേ? ആരോട്?
അങ്ങനെ കമ്പ മന്ത്രം ഉണ്ടാവില്ല തിരിക്കുന്നത് മനുഷ്യരല്ലേ ഇല്ലെന്ന് ഞാൻ അല്ല, ഞാനതുകൊണ്ട് അല്ലാന്ന് പറയില്ല. അപ്പം ബിജിമോള് ഒരു പക്ഷേ അശോകനിലെ ഗായകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അന്ന് പാട്ട് പാടി തോന്നുന്നു അവിടെ. ഒരു പാട്ട് നമുക്ക് കൊടുത്താലോ ബിജിമോൾക്ക് വേണ്ടി? പാടാം. ഓക്കെ. പെരുവഴിയമ്പലത്തിൻ്റെ സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ ചേട്ടൻ. അതെ, രാധാകൃഷ്ണൻ ചേട്ടന് വലിയ ഇഷ്ടമായിരുന്നു അശോകൻ, ഭയങ്കര ഇഷ്ടമാണ്. കുടുംബപരമായിട്ട് തന്നെ അശോകന് വലിയൊരു അടുപ്പമായിരുന്നു. തീർച്ചയായിട്ടും അശോകൻ്റെ ഈ പാട്ട് പാടുന്ന ഈ ഒരു രീതി, സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു കഴിവ്, ആ പ്രാഗൽഭ്യമാണ് രാധാകൃഷ്ണൻ ചേട്ടനെ അശോകന്. രാധാകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്കെന്താണ് ഒരു പടത്തിൽ പാടിയാൽ നീ അഭിനയിക്കുന്ന പടത്തിൽ നിനക്കൊരു പാട്ട് പാടിക്കൂടെ എന്നോട് ചോദിക്കും. അത് നമുക്ക് ആരെങ്കിലും പാടാൻ ഒരു അവസരം തരണ്ടേ? ഞാനത് ഉത്തരം പറയും. രാധാകൃഷ്ണൻ ചേട്ടൻ കുറേ ലളിതഗാനങ്ങളിൽ ഞാൻ പാടി, ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഞാൻ കുറേ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പല പാട്ടുകളും പാടിയിട്ടുണ്ട്. അതിൻ്റെ സംഗീത സംവിധാനം രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നല്ലോ പെരുവഴിയമ്പലത്തിൽ. അതെ. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ആദ്യം ഞാൻ കാണുന്നത് എൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്, എൻ്റെ നാട്ടിൽ വെട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സംഗീത കച്ചേരിക്ക് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിൻ്റെ ഒരുപാട് മുമ്പാണ്. എനിക്കൊരു 10, 13, 14 വയസ്സ് ഉണ്ടാവുള്ളൂ. MG രാധാകൃഷ്ണൻ്റെ സംഗീത കച്ചേരി ഇന്ന ദിവസം ഇത്ര ഉത്സവത്തിൽ എന്ന് പറഞ്ഞ് ഞാനവിടെ നിന്ന് ഓടി, രാത്രിയിൽ ഓടി. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഈ സംഗീത കച്ചേരി ദൂരെ നിന്ന് സംഗീത കച്ചേരിയോടൊന്നും അന്ന് വലിയ താല്പര്യമോ അതിനെക്കുറിച്ച് വലിയ വിവരമോ അല്ലെങ്കിൽ ഒന്നുമില്ല. MG രാധാകൃഷ്ണൻ വലിയ സ്റ്റാറാണ് അദ്ദേഹം, വളരെ പ്രസിദ്ധനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം ഈ ലളിത സംഗീത പാടമൊക്കെ നമ്മൾ റേഡിയോ കൂടെ കേട്ട് വരുന്ന ഒരു ആരാധനയും ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണത്, കാണാൻ നല്ല സുമുഖനും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ പിന്നീട് ഒരു നിമിത്തം എന്ന പോലെ ഈ പെരുവഴിയമ്പലത്തിൻ്റെ സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിക്കുകയും അങ്ങനെ ഒരു പരിചയമാവുകയും ഒരു വലിയൊരു അതൊക്കെ ഒരു എന്താ പറയുക ഭാഗ്യമായിട്ട്. എനിക്ക് അശോകനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വാണിയൻ കുഞ്ചുവിൻ്റെ മകനായിട്ട് പെരുവഴിയമ്പലം എന്ന സിനിമയിൽ വന്നു. അന്നത്തെ ആ രൂപം ആരും തന്നെ മറക്കാനിടയില്ല. അത്രയ്ക്കും ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച അശോകൻ അന്നത്തെ ആ രൂപത്തിൽ നിന്ന് ഇന്നത്തെ ഈ ഗ്ലാമറസ് ആയിട്ടുള്ള രൂപത്തിലേക്കുള്ള വ്യതിയാനം, അതിൻ്റെ പുറയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? അന്നത്തെ രൂപം ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ട് പോകുമായിരുന്നു. അശോകനത് അന്നത്തെ ആ ചിത്രമൊക്കെ എടുത്ത് കാണാൻ നോക്കാറുണ്ടോ? എനിക്ക് തന്നെ മഹാദേഷ്യം വരും കണ്ടു കഴിയുമ്പോൾ. എനിക്ക് എന്നോട് തന്നെ കണ്ണാടി നോക്കുമ്പോൾ വലിയ വിഷമം വരുന്നു. അശോകൻ്റെ മകള് പറയാണ്ട് അങ്ങനെയുള്ള ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നശിപ്പിച്ചു കളയും. ആര് പറയുന്നത്? അശോകൻ്റെ മകളാ പറഞ്ഞു. മകള് അവള് കണ്ടിട്ട് എന്തൊരു വൃത്തികളാച്ചാ അവള്. ഞാൻ പറയും അപ്പോൾ അവളെ ഇപ്പം അവളിപ്പം സെക്കൻഡ് BA സെക്കൻഡ് BA പറയരുത്. അല്ല അത് പഠിക്കാന്ന് പറ. അത് എനിക്ക് പലയിടത്തും ക്ഷീണം സംഭവിക്കാറുണ്ടോ. ഞാൻ അവളോട് പറയും, നീ ആരും ചോദിച്ചാൽ നിന്റെ മൂത്ത ആങ്ങളെയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൾ മനഃപൂർവ്വം പിള്ളേരുടെ കൂട്ടത്തിൽ വെച്ച് അച്ഛാന്ന് വിളിക്കണ്ടേ. അപ്പോൾ അവൾ പറയും, ഞാനത് പറയാറുണ്ട്, എൻ്റെ പെരുവഴിയമ്പലത്തിൻ്റെ ഒരു ഛായ നിനക്ക് ഇപ്പോൾ ഉണ്ട്. അത് ഭയങ്കര ദേഷ്യമൊക്കെ പറയുന്നത്. പക്ഷേ ആ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പം ഈ നെറ്റിൽ കൂടെ ഒക്കെ കണ്ടും TVകളിൽ കൂടെയും അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് പെരുവഴിയമ്പലവും ഇൻ ഹരിഹർ നഗരവുമാണ്. അവർ ചിരിക്കാനുള്ള സംഭവങ്ങൾ ഒരു പിള്ളേരുടെ സ്വഭാവങ്ങളും. മറ്റേത് പെരുവഴിയമ്പലം കുറച്ച് ആ ഏജും അങ്ങനെ ക്യാരക്ടറും എല്ലാം അത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. MG ചേട്ടൻ്റെ വൈഫ് നമുക്കെല്ലാം വേണ്ടപ്പെട്ട ആളാണ്. MGയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാട്ടുണ്ട്, വന്ദേ മുകുന്ദ. ആ പാട്ട് അശോകനെ കൊണ്ട് പാടിപ്പിക്കണം ഈ പരിപാടിയിൽ നിന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു. അത് ശരി. അതെ. അപ്പം ഒരുപക്ഷെ നമുക്ക് MG രാധാകൃഷ്ണൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ വേണമെങ്കിൽ അശോകന് വേണമെങ്കിൽ 4 വരി പാടി സമർപ്പിക്കാം. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം
നിരവധ്യമീ നടനവിലാസം പകലുമിരവും പകലും പദചലനലയമേളം ആ ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം. പത്മരാജൻ്റെ വൈഫ് ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഞാൻ അശോകന് മുതലുള്ള ചോദ്യം ആയതുകൊണ്ട് ഞാനത് പയ്യെ പയ്യെ തട്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ചേച്ചി പറഞ്ഞു. അല്ല മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞേ പറ്റൂ. പഴയ സംവിധായകന്മാർ, പുതിയ സംവിധായകന്മാർ, ഈ സംവിധായകന്മാരോടൊക്കെ ഒപ്പം ജോലി ചെയ്യുമ്പോൾ പഴയിൽ നിന്ന് പുതിയതിലേക്കുള്ളൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അശോകൻ പ്രതികരിക്കുന്നത്? ആരെയും പണക്കരുത്. വളരെ ഒരു നൂൽപാലത്തെക്കൊണ്ടുള്ളൊരു ചോദ്യമാണ് നമുക്കാണത്. സാധാരണയിൽ അശോകൻ വളരെ വൈദഗ്ധ്യം കാണിക്കുന്ന ഒരു മേഖലയാണത്. വലിയ പണക്കൊന്നും കൂടാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. അതെ അതെ അതെ. പക്ഷേ നമുക്ക് പലപ്പോഴും സത്യം പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് അപ്രിയ സത്യങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ഞാനിപ്പം അങ്ങനെയുള്ളവരുടെ ഇപ്പം പത്മരാജനെ പോലുള്ള കുറച്ച് സംവിധായകരുടെ പടത്തിൽ അഭിനയിച്ചത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം പിന്നീട് ഒരുപാട് സംവിധായകരുടെ പടങ്ങളിൽ ചേച്ചി പറഞ്ഞ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇപ്പം വരുന്നവരും തൊട്ട് മുമ്പുള്ളവരും. ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഒരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹമാണ്. കാരണം ആ സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്ന രീതികളും അത് വായിച്ച് നമ്മളെ മനസ്സിലാക്കുന്ന രീതികളും, അപ്പോൾ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ഇത് കേട്ട് ആദ്യ സിനിമ മുതൽ പല പടങ്ങളും കേട്ട് മനസ്സിൽ തഴമ്പിച്ചിരിക്കുക. അപ്പോൾ ചില സംവിധായകരുടെ പടത്തിൽ അഭിനയിക്കുന്നു. ഞാൻ തുറന്ന് പറയുകയാണ്. അത് നമുക്ക് സ്ക്രിപ്റ്റില്ലാത്ത പടങ്ങൾ അഭിനയിക്കുന്നുണ്ട്. ആ സ്ക്രിപ്റ്റിൽ ഒരു ഡയലോഗിൽ സാധാരണയായ ഒരു മനുഷ്യൻ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പറയേണ്ട ചില സംഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഒരു മനുഷ്യൻ പറയും എന്ന് പോലും ചില പടങ്ങളിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ വരുന്നില്ലല്ലോ നമുക്ക് തോന്നുന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കവനെ ഇന്നൊരു സീൻ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന് ആപ്റ്റല്ല, നമുക്ക് ഈ ഒരു ഡയലോഗ് ഒരിക്കലും ഇവിടെ ആവശ്യമില്ല. എന്തിനാണത്? സിനിമ ഒരു ജീവിതഗന്ധി അല്ലാതായി മാറിയോ? അതായിരിക്കും പ്രധാനം. അതായത് നമ്മുടെ ലൈഫുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകാത്ത രീതിയിലേക്ക് പോയി. അതാണ് ഇപ്പം അവരുടെയൊക്കെ സിനിമകൾ. പപ്പയുടെയൊക്കെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 25 അല്ല 50 വർഷം അതിനുശേഷവും കഴിഞ്ഞാലും ആ പടങ്ങൾ അപ്പോഴും ഫ്രഷായിരിക്കും. അവരുടെ ജീവിതം പോലെ തന്നെയാണ്. ജീവിതം പോലെ തന്നെയാണ്. ഡയലോഗ് പറയുന്നതെല്ലാം വളരെ നാച്ചുറൽ ആയിരിക്കും. സംഭാഷണങ്ങളും ഒരു മനുഷ്യൻ എങ്ങനെ പറയാം, വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്കാബുലറി ആയിരിക്കും. അതെ അതെ. കോഴിക്കോടുകാരെ ഒരു ഭാഷ പറയും, തിരുവനന്തപുരത്തുകാരുടെ, എറണാകുളംകാരുടെ, കോട്ടയംകാരുടെ, ആലപ്പുഴക്കാരുടെ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആ ഡയലോഗ് അതിനകത്ത് ഡീറ്റെയിലിംഗിൽ വന്നതായി ശ്രദ്ധിക്കും. ഡീറ്റെയിൽഡ് അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ അയാളുടെ സ്വഭാവം എന്താണ്, ഈ ക്യാരക്ടർ അയാളുടെ മാനസികാവസ്ഥ, അതൊരു ഡയലോഗ് വരുമ്പോൾ അവനിപ്പോൾ കുറച്ച് ദുഃഖിതനാണ് ഫോർ എക്സാമ്പിൾ, കാരണം കഴിഞ്ഞ മറ്റേ അതുകൊണ്ടാണ്, ഇതൊക്കെ അതിനകത്ത് എഴുതും. അപ്പം നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു രൂപം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. നമുക്കത് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കിട്ടുകയാണ് അത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിൽ കിടന്നിട്ട് ചില സിനിമകളൊക്കെ പോയി കഴിയുമ്പോൾ വല്ലാറുണ്ട്. പിന്നെ ഈ തൊഴിൽ ഇങ്ങനൊരു തൊഴിലായിട്ട് ഇപ്പോൾ അങ്ങ് ഏറ്റെടുത്തു, അങ്ങനെ ആയിപ്പോയി. അത് കാരണം നമ്മളതങ്ങ് ചിലപ്പോൾ പറയാറുണ്ട്, അത് നമ്മളതായ ഒരു സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ആ ഡയലോഗ് ഇവിടെ വേണോ, അല്ലെങ്കിൽ അതങ്ങനെ ആവശ്യമുണ്ടോ, ഒന്നുകൂടെ ചേർക്കണ്ടേ. ചിലത് കേൾക്കും, ചിലർക്ക് അത് ഇഷ്ടമാവില്ല, ചില നമ്മൾ മിണ്ടാൻ പോവില്ല. അശോകൻ്റെ ഈ പറഞ്ഞ പാട്ടുകാരൻ, നടൻ, ഇത് രണ്ടും കൂടി ഇങ്ങനെ അശോകൻ ഒരേ സമയത്ത് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ സിനിമയിലേക്കുള്ള ഒരു രംഗപ്രവേശം പാട്ടിൻ്റെ മേഖലയിൽ നിന്ന് കുറച്ച് പിന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് വഴിവെച്ചു. അതല്ലെങ്കിൽ അശോകൻ നല്ലൊരു ആകേണ്ടതായിരുന്നു. അല്ല, ആഗ്രഹം എൻ്റെ മനസ്സിലിപ്പോഴും ഇങ്ങനെ ഒരു ഗായകൻ്റെ ഒരു അംശം കിടക്കുകയാണ് ഇപ്പോഴും. അശോകൻ്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അശോകൻ വിഭാവനം ചെയ്യുന്ന ഒരു ലക്ഷ്യസ്ഥാനം
ഒരു നടൻ്റെയാണോ ഒരു ഗായകൻ്റെയാണോ? എനിക്ക് ഗായകനാണ് എനിക്കിഷ്ടം. ഗായനാണ് ഇഷ്ടം. ഞാൻ വലിയ പാട്ടുകാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അന്ന് അതിനുവേണ്ടി അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പാട്ടുകാരനായി. മനസ്സിൽ അടങ്ങാത്തൊരു അഭിവാഞ്ഛയാണ് ഒരു ഗായകനായി പേരെടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. പക്ഷെ അശോകൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നടൻ എന്നതിലും ഉപരി നല്ലൊരു ഗായകനാണെന്നാണ്. കാരണം ഒരു പ്രൊഫഷണൽ ഗായകനെ മാതിരി പഴയ ഗാനങ്ങൾ പാടുന്ന അശോകൻ എന്തുകൊണ്ട് സംഗീതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ? കണ്ടോ, ഒരു ഞാൻ മനസ്സിൽ കണ്ടൊരു ചോദ്യമാണ് ഉള്ളിവനം ചോദിക്കുന്നത്. അതെ അതെ അതെ. ഇത് തീർച്ചയായിട്ടും അല്ല, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നതിന് എന്നെ സംബന്ധിച്ചൊരു സന്തോഷവും അങ്ങനെ ഒരു ഭാഗ്യം തന്നെയാണ് പലരും അങ്ങ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദേവരാമാഷിനോട് ചോദിച്ചത്. അപ്പോൾ ദേവരാമാഷ് ഈ ചാനലിൽ ഞാനേതോ സംഗീത പരിപാടി അവതരിപ്പിച്ചിരുന്നു. അത് കണ്ടിട്ട് എന്നെ ചോദിച്ചു, എന്തുകൊണ്ട് പിന്നെ ഇയാളൊരു പാട്ടുകാരനായില്ല? പക്ഷേ കഷ്ടമായി പോയി. പുള്ളി പറഞ്ഞതാണ്, മാഷ് പറഞ്ഞതാണ്. അപ്പോൾ അല്ല, മാഷെപ്പോലുള്ള ഒരാൾ നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന സംഗീത സംവിധാനമുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഒരാളുടെ വായിന്നൂടെ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു ഭയങ്കര ഒരു സന്തോഷമൊന്നും അതിനപ്പുറത്തേക്ക് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, അത് എനിക്ക് തന്നെ തോന്നുന്നത് ശരിയായില്ല, കഷ്ടമായിപ്പോയി, എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടായിരിക്കാം. അതുതന്നെയാണ് സിനിമയിലേക്ക് അങ്ങോട്ട് ചാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അതങ്ങോട്ട് അങ്ങ് മാറി. പിന്നെ അതിൻ്റെ താല്പര്യം പോയി. കാരണം ഞാൻ അതുവരെ ഗാനമേളകൾക്കൊക്കെ ധാരാളം പോകുമായിരുന്നു. അശോകൻ്റെ ഒരു ശാശ്വതമായൊരു ധാര എന്ന് പറഞ്ഞ സംഗീതമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ വോളട്ടൈലാണ്. അതെ അതെ, ഇങ്ങനെ ഇടയ്ക്ക് മുറിഞ്ഞും നീണ്ടും ഒക്കെ അങ്ങ് പോവും. അത്രയേ ഉള്ളൂ. ചിലപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ വര മോശമാണെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവുകയില്ല. സംഗീതം എന്ന് പറയുന്നത് അത് കയ്യിലുണ്ടെങ്കിൽ അതൊരു മാന്ത്രിക ശക്തിയായിട്ട് എപ്പോഴും തുടരും. അതെ അതെ അതെ. അശോകൻ്റെ വീട്ടുകാർക്കും അശോകനെ ഒരു ഗായകനാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആഗ്രഹം അല്ലേ? പാട്ട് പിന്നെ പഠിപ്പിച്ച് മ്യൂസിക് അക്കാഡമിയിൽ വിട്ട് ഒരു പാട്ട് സാധാരണ എല്ലാം ചിന്തിക്കുന്ന പോലെ തന്നെ പാട്ടുകാരനാക്കുക, യേശുദാസിനെ പോലെ പാട്ടുകാരനാക്കുക, എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന പോലെ തന്നെ ഞാനും അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരും അങ്ങനെ പറഞ്ഞു. വെള്ളപ്പാൻ്റൊക്കെ ഇട്ടോ കുറേ കാലം? വെള്ളപ്പാൻ്റ് ഇപ്പം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വെള്ളപ്പാൻ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. വെള്ളപ്പാൻ്റും വെള്ള ഷൂ കംപ്ലീറ്റ് വൈറ്റ് ഭാഷ വരെ അടിച്ചു വരുന്നത്. അല്ല, ഇത് നാച്ചുറലി തോന്നുന്ന കാര്യമാണ് അതൊക്കെ. പാട്ട് പാടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എൻ്റെ വളരെ ചെറുപ്പത്തിൽ മുതലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്കുള്ള ഒരു സംഭവം. അതെൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രസന്നകുമാർ എന്ന് പറഞ്ഞ ആൾ മനോരമ പത്രത്തിൽ കണ്ട ഒരു പരസ്യം കണ്ടിട്ട് അത് എടുത്ത് ഫോട്ടോ സഹിതം ആപ്ലിക്കേഷൻ അയച്ച് അങ്ങനെയാണ് അശോകനെ വിളിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ സിനിമയിൽ അഭിനയിക്കണമെന്നോ സിനിമയിൽ വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരാളായിരുന്നു. അവന് പിന്നെ ഈ പ്രേംനസീറിൻ്റെ ഒരു ആരാധനയായിട്ട് ഇങ്ങനെ പ്രേംനസീറിൻ്റെ സ്വപ്നം കണ്ട് നടന്ന ഒരാളാണ്. ഹരികുമാർ അശോകൻ്റെ കലാകാരനായിട്ടൊരു ജ്യേഷ്ഠനാണ്. അതെ, രണ്ട് സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുണ്ട്. പാട്ട് അശോകന് മാത്രമേ കിട്ടുള്ളൂ, മറ്റുള്ളവർ കിട്ടിയിട്ടില്ല. അവരും പാടും, പക്ഷെ ഞാനൊരു സീരിയസ് ആയിട്ട് അന്ന് എടുത്തിരുന്നത് 4 പേരിൽ ഞാനാണ് അന്ന്. അപ്പോൾ ശ്രദ്ധ മുഴുക്കി, എൻ്റെ പാട്ടിൽ ശ്രദ്ധ എന്ന മുഴുക്കി എനിക്കാണെന്ന്. കുറച്ചുകൂടെ കൂടുതൽ പാടിയതും അങ്ങനെ അവസരം ഉണ്ടായതും ഒക്കെ അതിനുവേണ്ടി ഞാൻ പിന്നെ അങ്ങ് പ്രിപ്പയർഡായി. അവരൊന്നും പിന്നെ അങ്ങനൊന്നും അതിനകത്ത് പിന്നെ വന്നില്ല. ഈ പറഞ്ഞ പ്രേംനസീറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ, ഭയങ്കര. പ്രേംനസീറിനെ കേട്ടാൽ ഞാൻ പിന്നെ അന്ന് ഒരുപക്ഷെ ആഹാരം കഴിച്ചില്ല. ഞാനൊരിക്കലും നസീർ സാറിനെ കാണാൻ വേണ്ടി കരുനാപ്പള്ളി തിയേറ്ററിൽ പോയി. എൻ്റെ വീട്ടിൽ നിന്നൊരു 15-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് പ്രേംനസീർ വരുന്നത്. തരംഗം തിയേറ്ററിൻ്റെ ഉദ്ഘാടനം അന്ന്. ഞാൻ 4 മണിക്ക് എന്നാൽ രാവിലെ 9 മണിക്ക് പോയി അവിടെ. 9 മണിക്ക് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിന്നു. അപ്പോൾ ഒരു 5-6 പേരൊക്കെ ഇവിടെ ഉള്ളൂ, ഇപ്പോഴുണ്ട്. ഉച്ചയായപ്പോഴത്തേക്ക് വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ, രാവിലെ പോലും കഴിക്കാതെ പോയത്. അപ്പോൾ കാരണം നമ്മൾ കൂട്ടം തെറ്റിനകത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാണാനേ പറ്റില്ല. 4 മണി വരെ നിന്നപ്പോഴത്തേക്ക് ആ റോഡ് കംപ്ലീറ്റ് നിറഞ്ഞിട്ട് അവിടെ നടക്കാൻ വയ്യാത്ത വിധത്തിൽ ഇങ്ങനെ നിൽക്കുക. അവസാനം 4 മണിയപ്പോൾ പ്രേംനസീർ വന്നു. വൈകുന്നേരം 6-6:30 മണി വരെ അദ്ദേഹം പ്രസംഗം കേട്ട് കൈയടിച്ച് ബഹളം വെച്ച് സന്തോഷമായിട്ട് തിരിച്ചു പോയി. രാത്രിയിൽ അവനെ വല്ലതും കഴിക്കുന്നു.
അത്ര കഷ്ടപ്പെട്ട് പ്രേംനസീർ കാണാൻ ഞാൻ പോയിട്ടു. പിന്നെ അതിനുശേഷം ഒരിക്കൽ നസീർ സാറിനോട് ഞാൻ ആ കാര്യം പറഞ്ഞു. പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് യൂഷ്വലായ ശരിയെ ഇവിടെ അഭിനയിക്കാൻ സാധിച്ചില്ല. അതൊരു നിർഭാഗ്യമായി പോകാൻ ദൂരമാണ്. അശോകനിലെ ഗായകനെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള ആൾക്കാരുമുണ്ട്. അശോകൻ ഒരു നടനാകേണ്ടതില്ലെന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അല്ല, എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തയില്ല. ഞാൻ അഭിനയിക്കുന്നു, എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അഭിനയത്തെക്കുറിച്ച് യാതൊരു ബന്ധമോ പിടിപാടോ ഇല്ല. സിനിമകളെല്ലാം കാണും. എല്ലാ സിനിമകളും മാറ്റിന് പോയി, എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിക്ക് പോയി, മുൻവശമുള്ള റോഡിലേക്കുള്ള ബസ്സിൽ കയറി 20 പൈസ കൊടുത്താത്ത ബസ്സിൽ കയറി ഹരിപ്പാട് തിയേറ്ററിൽ പോയി. ഹരിപ്പാട് 3 തിയേറ്റർ, കൽപ്പന, ശ്രീകുമാർ ആൻഡ് സുരേഷ്, ഇത്രയും തിയേറ്ററിൽ മാറി മാറി പോയി പുതിയ പടങ്ങൾ വെള്ളിയാഴ്ച ദിവസം തന്നെ പോയി കാണുമായിരുന്നു. ഇടിച്ച് എത്ര ഇടിയുള്ള ഞാൻ പോയി കാണും. കുടുംബത്തെയൊക്കെ ഇപ്പം സിനിമയെ കൊണ്ട് കാണിക്കും. അശോകൻ അഭിനയിച്ച സിനിമ ആദ്യം അവർ കാണുമ്പം അശോകൻ അവരുടെ മുഖത്ത് നോക്കുമോ? അത് എൻ്റെ മുഖത്ത് രൂക്ഷമായിട്ട് നോക്കും. ഞാൻ മുഖം കൊടുക്കാറില്ല. കാണാത്ത ഭാവത്തിലേക്ക് ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം വെച്ചാൽ ഭാര്യയ്ക്ക് അശോകനെ ഒരു പാട്ടുകാരനായി സങ്കല്പിക്കാനാണ് ഇഷ്ടം. അതെ അതെ, പാട്ട് ഞാനൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ പാട്ട് കുറച്ചുകൂടെ സീരിയസ് ആയി എടുത്തൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൻ്റെ മലയാള പരിഭാഷ എന്തായിരുന്നു അറിയോ? എനിക്ക് അഭിനയമൊക്കെ നിർത്തിക്കൂടെ എന്നുള്ളത്. അതാണ് പുറത്ത് പറയാതിരിക്കുന്നതേ ഉള്ളൂ. എന്നോട് എപ്പോഴും ഇവിടെ പറയുന്ന കാര്യമാണ്, പാട്ടിൽ ശ്രദ്ധിച്ചുകൂടെ എന്ന്. പ്രണയവിവാഹമായിരുന്നോ? അല്ലല്ല, അതല്ല, അറേഞ്ച്ഡായിരുന്നു. കല്യാണത്തിന് ശേഷം പ്രണയിച്ചു. കല്യാണത്തിന് ശേഷം പ്രണയിച്ചു. അതെ, പാട്ട് പാടിച്ചു. അപ്പോൾ അശോകന് ഈ പാട്ട് പാടാനുള്ള കഴിവുള്ള കാര്യം ഇവർക്ക് അറിയാമായിരുന്നു. അറിയാം. കാരണം കല്യാണത്തിന് മുമ്പ് ഞാൻ ഈ ടി വിയിൽ ചില പരിപാടികളൊക്കെ കണ്ട് പാട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. അതിലെ ക്ലിക്ക് ചെയ്തു. അതാണ് അപ്പോൾ അത് മനസ്സിൽ കിടന്നുകൊണ്ടാണ്. എന്തുകൊണ്ട് ഫസ്റ്റ് നൈറ്റിൽ നിർത്തി വൺസ് മോർ പറഞ്ഞ് പാടിച്ചോ ശരിയാകുന്നവരെ? ഇല്ല, ഫസ്റ്റ് നൈറ്റ് വിളിച്ചിട്ട് എൻ്റെ ചില സിനിമയിലെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാത്ത വേഷങ്ങൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില വേഷങ്ങളൊക്കെ നമ്മൾ മോശത്തും തോന്നുന്നല്ല. ഫോർ എക്സാമ്പിൾ അമരം പോലുള്ള സിനിമ കണ്ടവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളെ ഫസ്റ്റ് നൈറ്റിലൊന്നും അല്ല ചോദിച്ചാൽ അമരം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതാണ് ദേഷ്യം. അമരം നിരോധിക്കണം എന്ന് വല്ലതും പറഞ്ഞോ? അല്ല, അതിന് പടത്തിനെതിരെ കേസ് കൊടുക്കും, സംവിധാനകരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പടം ബാൻ ചെയ്യണമെന്നൊക്കെ. അപ്പം ഭാര്യയെ ചൊടിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ അമരത്തിൽ ഈ സീനം കെട്ടി കൊടുത്താൽ മതി. അല്ലേ? പിന്നെ അവിടെ വീട്ടിൽ പോകേണ്ടി വരില്ല. അല്ല, നല്ല ഈ കഥാപാത്രങ്ങളൊക്കെ പടത്തെക്കുറിച്ച് വിമർശനവും കാര്യങ്ങളും അഭിപ്രായങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ക്യാരക്ടറെ കുറിച്ചൊക്കെ പറയും. എൻ്റെ പല സിനിമകളെ കുറിച്ചും അങ്ങനെയൊക്കെ അഭിപ്രായം പറയാം. അതൊക്കെ ഇഷ്ടമാണ്. അശോകൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം കേരളം നെഞ്ചിലേറ്റിയ, മലയാളി നെഞ്ചിലേറ്റിയ മഹാന്മാരായിട്ടുള്ള ഒരുപിടി സംവിധായകന്മാരുടെ കയ്യിലെ ഉരുപ്പിടിയായിരുന്നു അശോകൻ. പത്മരാജൻ, ഭരതൻ, KG ജോർജ്, അടൂര്, മോഹനൻ. ഈ ഒരു സൗഭാഗ്യം മറ്റൊരു നടനും കിട്ടിയിട്ടുണ്ടോ? അതൊരു ശരിയായൊരു ഭാഗ്യമാണ്. ഒരു സൂപ്പർ സ്റ്റാറിന് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യം അശോകന് കിട്ടി. ഒരു പക്ഷേ അശോകൻ ഉണ്ടായൊരു പ്രതിസന്ധി അതാണ്. ഇവരൊക്കെ കൈകാര്യം ചെയ്ത് ഇവനെ ഞങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യാം? അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യേണ്ട ഒരു ഉരുപ്പടി മാത്രമാണ്. ഞങ്ങളെങ്ങനെ മെരുക്കിയിടും. ഒരേ സമയത്ത് സൗഭാഗ്യവും ഒരേ സമയത്തൊരു ശാപവുമാകും. അല്ല, നിർഭാഗ്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു മാറ്റർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണം എന്ന് തോന്നുന്നതാണ്. പറയൂ അശോകൻ. അതാണ്. അല്ല, ഈ ഭാഗ്യങ്ങൾ ഇതൊക്കെ ഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ സംവിധായകരുടെ പല പടങ്ങളിലും ആദ്യം പല സിനിമകളിലും എന്നെ വെച്ചിരുന്ന വേഷമല്ല, മറ്റൊരാൾക്ക് വെച്ചിരുന്ന വേഷം പലതും ഞാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമരം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ചതാണ്. വേറെ അയാൾക്ക് ആ സമയം വരെ സുഖമില്ലായിരുന്നു കേട്ടത്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില ആൾക്കാരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അമരം എന്നൊരു സിനിമയിൽ ഭരതൻ ആദ്യമായി ഈ ക്യാരക്ടർ വെച്ചിരുന്നത് ഒരു ഹിന്ദി ആക്ടറെയാണ്. പറഞ്ഞു കേട്ടാൽ എനിക്കറിയില്ല. അപ്പോൾ ജോർജ് ഗിത്തു അസോസിയേറ്റ് ഡയറക്ടറാണ് നമ്മുടെ ഡയറക്ടർ ജോർജ് ഗിത്തു. പിന്നെ നിർമ്മാതാവ് ബാബു തിരുവല്ല. അവർ രണ്ടും പറഞ്ഞു, വെറുതേട്ടാ ഇത് നമുക്ക് അറിയാവുന്ന ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് നോൺ ആർട്ടിസ്റ്റിനെ തന്നെ വെക്കണം.
കാരണം മറ്റൊരു ഭാഷയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കടപ്പുറ സ്ലാങ് ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊന്ന് ആലോചിക്കുന്നതല്ല. അവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഭരതേട്ടൻ തോന്നി ശരിയായിരിക്കാം, എന്നാൽ പിന്നെ അത് മതി. അപ്പോൾ പിന്നെ ആരുണ്ട്? അപ്പോൾ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. നറുക്ക് വീഴുന്നത് എനിക്ക് അങ്ങനെയാണ് ചീട്ട് വീഴുന്നത്. അങ്ങനെയാണ് ഫൈൽവാൻ പത്മരാജേട്ടൻ്റെ ഞാൻ ചെയ്തതിൻ്റെ സെക്കൻഡ് ഹീറോ വേഷമാണ് അത്. ഈ തവളപിടുത്തം ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഞാനൊക്കെ എപ്പോഴും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ അടുത്തെടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ പുതിയൊരു പയ്യനെ അതിനകത്ത് വെച്ചിരുന്നു. അവൻ ആ സമയത്ത് ഇപ്പം ഞാനും എൻ്റെ നിർമ്മാതാവ് കറിയാച്ചൻ ചേട്ടനും, അതിൻ്റെ അല്ല നമ്മുടെ പെരുവഴിമരത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ചതിനകത്ത് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ കടയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് വൈകിട്ട് കുമരകത്താണ് ഷൂട്ടിങ്, വൈകിട്ട് പോകാം. പക്ഷേ പപ്പൻ ഇത്തിരി ടെൻഷനിലാണ്. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അതിനകത്തെ സെക്കൻഡ് ഹീറോ ആയിട്ട് വെച്ചിരിക്കുന്ന ആ പയ്യൻ, അവൻ പുതിയൊരു പയ്യനാണ്, അവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ്റെ വിവരങ്ങൾ അവനെ വിളിച്ച് കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല, പുള്ളി ആകെപ്പാടെ ടെൻഷനിലാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറും പറഞ്ഞു, അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിൽക്കുന്ന ഒരു പയ്യൻ, അവനെ സഹായിക്കുന്ന പയ്യൻ അതിൻ്റെ ത്രൂ ഔട്ടുണ്ട്. അത്രയും പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, അതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു കൊതി മനസ്സിൽ. എന്നാലും വിട്ട് അത് ഒരു നടക്കുന്ന കാര്യമല്ല. പത്മരാജേട്ടൻ നമുക്കത് പറയാനും പറ്റത്തില്ല. വൈകിട്ട് ഞങ്ങളുടെ കൂടെ പോയി കുമരകത്ത് നിന്ന്. അന്ന് രാത്രി എന്നെ റൂമിൽ നിന്ന് പത്മരാജേട്ടൻ ആരെ വിളിപ്പിച്ചിട്ട് ഒന്ന് കാണാൻ താഴെ പറഞ്ഞു, നിന്നെ ഇപ്പം ഇതിനകത്ത് ഇന്ന ക്യാരക്ടർ വെച്ചിരിക്കുന്ന പയ്യൻ കണ്ണൻ, കണ്ണൻ അവനാൾ വന്നിട്ടില്ല, ഒരു കാര്യം ചെയ്യണം, നാളെ രാവിലെ ആ വേഷം നീ അഭിനയിക്കും. ഒരു ചെറിയ ലോട്ടറിയോടെ വീഴായത്. അപ്പോൾ ഇങ്ങനെ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ പല പടങ്ങളിലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇടവേളയ്ക്കകത്ത് ഞാനും ചേരുന്ന വേഷം മറ്റൊരാളെ വെച്ചിരുന്നാണ്. എനിക്ക് വേറൊരു വേഷമായിരുന്നു അത് 4 പേരിൽ. തോമസ് തോറ ക്യാരക്ടർ അതിനകത്ത് പ്രധാന ക്യാരക്ടർ, ബാബും ഞാനും പ്രധാന ക്യാരക്ടേഴ്സ് അതിനകത്ത്. അതും അവസാന നിമിഷത്തിൽ ഒരാൾ അഭിനയിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയില്ല. അങ്ങനെ അവരെ മോഹൻ സാർ എന്നെ ഇതുപോലെ തന്നെ വിളിച്ചു പറയുന്നു, അത് അശോകൻ നാളെ പോലെ ആ റോള് ചെയ്യണം, അത് ചെയ്താൽ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ലോട്ടറിയായി. ഇങ്ങനെ പല പടങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്താ നിർഭാഗ്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഈ എണ്ണപ്പെട്ട മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ച ഇങ്ങനൊരു ആക്ടർക്ക് ഇപ്പം ഇതുവരെ ചെയ്തതനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണങ്ങളോ ഭാഗ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അശോകനിലെ ഒരു നടനെ ചെറുതായി കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള സംവാദങ്ങളിൽ അല്ലെങ്കിൽ പ്രതിപാദനങ്ങളിൽ ഒരു ശരിക്കൊരു അനാട്ടമി നമ്മൾ നടത്തുകയാണെങ്കിൽ 35 വർഷം മുമ്പ് പത്മരാജൻ തൊട്ടനുഗ്രഹിച്ചൊരു നടൻ എവിടെ എത്തേണ്ടിയിരുന്നു? എവിടെയോ വെച്ച് അശോകൻ ഒന്ന് അങ്ങ് ഇരുന്നു പോയോ? അതെ, ശരിയാണ്. ഞാൻ ഈ നിർഭാഗ്യം പറഞ്ഞ അങ്ങനെയാണ്. ഭാഗ്യവും നിർഭാഗ്യം പറഞ്ഞ കാര്യം അതാണ്. അത് നമുക്കറിയാത്തൊരു കാര്യമാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അങ്ങനെ ഞാനൊരു എന്താ പറയുന്നത്, ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു ധാരണ പലരും എന്നോട് ചോദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അശോകൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് എനിക്ക് പാവപ്പെട പറ്റി? ഒരുപക്ഷെ എൻ്റെ PR മാനേജ്മെൻറ്റിൽ കുഴപ്പമുണ്ടോ? ഒരുപക്ഷെ ആൾക്കാർ നെറ്റ്വർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? സിനിമയിൽ ഇപ്പോൾ നടക്കില്ലേ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ചിന്തിക്കാറില്ല? ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കില്ല. PROs ഇല്ല, നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ എന്താണ് അങ്ങനെ ഒന്നുമില്ല എനിക്ക്. നെറ്റ്വർക്കുകളോ ഒന്നും. കാലത്തിനനുസരിച്ച് അശോകൻ സഞ്ചരിച്ചില്ലേ? അല്ല, കാലത്തിനനുസരിച്ച് തന്നെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ PRO വർക്കുകളോ നെറ്റ്വർക്കോ കാര്യങ്ങൾ വെച്ച് ഒരിക്കലും ഒരാളിനെ അയാളുടെ ഉയർച്ച, അയാൾക്ക് എന്ത് കിട്ടുന്നോ എന്തുമാത്രം കിട്ടുന്ന ഒരിക്കലും അതുകൊണ്ട് നമുക്ക് ബോളിവുഡിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു നടി അല്ലെങ്കിൽ നടൻ അല്പം ഡിമ്മാവുമ്പോൾ ബോധപൂർവം അവരുടെ PR ഏജൻസി ഒരു ഗോസിപ്പ് പോലും ട്രിഗർ ചെയ്യും. ഇന്ന നടൻ ഇന്ന നടിയുമായിട്ടൊരു പ്രണയത്തിലാണ്. അത് ആ ഗോസിപ്പ് ട്രിഗർ ചെയ്യുന്നത് തന്നെ നടനായിരിക്കും അല്ലെങ്കിൽ നടിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചർച്ച വരുന്നു. ആ ചർച്ച വരുമ്പോൾ ആ നടനെയും നടിയെയും 2 സംവിധായകന്മാർ ഓർക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ ആധുനിക കാലഘട്ടത്തിലെ ഒരു ട്രിക്കാണ്. അശോകനൊരു ഗോസിപ്പ് ഉണ്ടായില്ലല്ലേ? ഇല്ല ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഉണ്ടായിട്ടുണ്ടാവും, വളരെ വളരെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം. എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ കുറവില്ല. അതേ ഗോസിപ്പ് പുറത്തേക്ക് വരുന്നത് തടഞ്ഞു അശോകൻ. ഞാൻ കഴിയുന്നു അങ്ങനെ ഒരു ഗോസിപ്പിന് ഞാൻ ഇടം കൊടുത്തിട്ടില്ല. മാക്സിമം ഞാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. സൂക്ഷിച്ചാണ് ഇതുവരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്താ കുറേ ആയില്ലേ? ഈ പ്രായത്തിലാണ് ശരിക്കുള്ള ഗോസിപ്പ് വരേണ്ടത്. അങ്ങനെ പിന്നെ ഒരു സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് സംഭാഷണങ്ങളിൽ വല്ലപ്പോഴുമെങ്കിലും
സിനിമ കടന്നു വരാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു സിനിമ നടനെക്കുറിച്ചാണെങ്കിലും നടിയെക്കുറിച്ചാണെങ്കിലും മോശമായ ഒരു അഭിപ്രായവും അശോകന് ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടില്ല. സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് ഗോസിപ്പ്. ഞങ്ങൾ വല്ലപ്പോഴും ഒരു ഗോസിപ്പ് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് ഞാനും അങ്ങനെയൊക്കെ കേട്ടു, പക്ഷേ അതിനകത്ത് വാസ്തവമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞ് മാറുകയാണ് അശോകൻ ചെയ്യാറുള്ളത്. ഞങ്ങൾ ഒരു ബാച്ചിൽ സ്കൂളിൽ ഒരു ബാച്ചിൽ പഠിച്ചാണല്ലേ? അതെ. അത് പറയണ്ട, സീനിയറായി പഠിച്ചത്. അല്ല, പഠിച്ചാണെങ്കിലും പുള്ളിക്ക് പക്ഷേ ഒരുപാട് വയസ്സ് പറയാം. എനിക്ക് ഞാൻ ചെറുപ്പമാണെങ്കിലും പുള്ളി ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർന്നത്. ലേറ്റ് ആയിട്ട് പ്രേക്ഷകർക്കൊരു സംശയം. പിന്നെ വേറെ കാര്യമുണ്ട്, പുള്ളി ചെറുപ്പം തന്നെ, പക്ഷേ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിൽ ഒരു ബാച്ചായിരുന്നു ഞങ്ങൾ. ചെറിയാൻ, അതായത് ഇപ്പോൾ മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറാണ്. ചെന്നൈയിലാണിപ്പോൾ. വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുബന്ധമാണ് ഞങ്ങളുടെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാച്ചാൽ അശോകൻ ഒന്ന് ഗോസിപ്പിന് വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ ഗോസിപ്പിന് ഗുണഭോക്താവാകുന്നില്ല. രണ്ട്, ഗോസിപ്പ് കൈകാര്യം ചെയ്യാൻ അത്ര താല്പര്യവുമല്ല. അല്ല അല്ല എനിക്കതിനകത്ത് വലിയ താല്പര്യമോ അതുകൊണ്ട് നമുക്കൊന്നും പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്ക്, പുതിയ PR എക്സസൈസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നടക്കുന്നത് ഉണ്ട്. മലയാളത്തിലും അതൊക്കെ ഒരു പരിധി വരെ വേണമെങ്കിൽ സാധ്യമായിട്ടുണ്ടാകാം. ഇവിടെ പക്ഷേ അത് ചിലവാവില്ല. ഇവിടെ ചിലവാവില്ല. കേരളത്തിൽ ഒട്ടും ചിലവാവില്ല. സിനിമയിലുമില്ല. നമ്മുടെ ഓഡിയൻസും അതിനോട് തീരെ താല്പര്യമുള്ളവരല്ല. കുറച്ച് പേരൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കുന്നുള്ളല്ലാതെ ഇപ്പം അങ്ങനെയുള്ളൊരു പ്രചാരം കാര്യങ്ങളും ഒരു പബ്ലിസിറ്റി അതിന് വലിയ ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കാറില്ല. അതിന് വലിയ രസമൊന്നും ആരും കണ്ടെത്താറില്ല. അവിടെയൊക്കെ ഒരു പക്ഷേ തമിഴ് വരെ ഓക്കെ ആയിരിക്കാം, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ PR വർക്ക്, മാനേജർ സംഭവങ്ങളൊന്നും നമ്മൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ മാനേജർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ. ഡിസ്ക്വാളിഫിക്കേഷനാണ്. അതെ, ഇഷ്ടമല്ല. അവന് മാനേജറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു. അതെ. പിന്നെ അവനെ വലിയ അഹങ്കാരിയായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. മാനേജറോട് ചോദിക്കണം. അവനെ വിളിച്ചാൽ കിട്ടില്ല. മാനേജറെ എടുക്കുകയുള്ളൂ ഫോൺ. വേറെ ജോലിയില്ല മാർക്ക് എന്നൊക്കെ പറയും. ഒരുപാട് അങ്ങനെയൊക്കെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഫോൺ എടുക്കത്തില്ല, ഫോൺ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള. അവിടെ അത് വലിയൊരു ക്രെഡിറ്റാണ്. ഈവൻ തമിഴിൽ പോലും ഒരു പടം അഭിനയിച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജറായി. പിന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നില്ല. PROs ഒക്കെ ഒരുപാടുണ്ടല്ലോ അവർക്ക്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല.